സുതാര്യമായ സാമ്പത്തിക ഇടപാടാണ് വീണയുടെ കമ്പനി എക്സാലോജിക്കും CMRLുമായി നടന്നത് എന്നും വീണയെ കേൾക്കാതെയുള്ളതാണ് മാസപ്പടി കൈപ്പറ്റിയെന്ന റിപ്പോർട്ടെന്നുമായിരുന്നു മുഖ്യമന്ത്രിയുടെയും CPMന്റെയും വാദം. എന്നാൽ ഇത് വസ്തുതാപരമല്ല എന്നുള്ളതാണ് പുറത്തുവരുന്ന പുതിയ രേഖകൾ സൂചിപ്പിക്കുന്നത്. CMRLുമായി നടത്തിയ ഇടപാടിന്റെ രേഖകൾ വീണ സമർപ്പിച്ചിട്ടില്ല എന്നാണ് രജിസ്ട്രാർ ഓഫ് കമ്പനീസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത്. എക്സാലോജിക്കിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കാൻ നടത്തിയ നടപടിയും നിയമവിരുദ്ധമെന്നുള്ളതാണ് കണ്ടെത്തൽ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുള്ള നീക്കമാണ് BJP നടത്തുന്നത് എന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ പ്രതികരണം. ഏതന്വേഷണവും നടക്കട്ടെ എന്ന് AK ബാലനും പറഞ്ഞു. കോടതി വിധിയുടെ അടിസ്ഥാനത്തിൽ വിജിലൻസ് കോടതിൻ്റെത് കഴിഞ്ഞ് ഹൈക്കോടതിയിലേക്ക് വരികയാണ്. ഇനി അത് ഹൈക്കോടതിയാണ് പരിശോധിക്കുക. ഹൈക്കോടതി പരിശോധിക്കട്ടെ. കള്ളപ്പണം വെളുപ്പിക്കലിന്റെയും സാമ്പത്തിക തട്ടിപ്പിന്റെയും പരിധിയിലാണ് മുഖ്യമന്ത്രിയുടെ മകൾ ചെയ്ത കുറ്റമെന്നും കോടതി മേൽനോട്ടത്തിൽ അന്വേഷണം വേണമെന്നും പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെടുന്നു. CBIയെ കൊണ്ടും EDയെ കൊണ്ടും അന്വേഷിക്കാതെ കോർപ്പറേറ്റ് മന്ത്രാലയത്തെ കൊണ്ടത് അന്വേഷിപ്പിക്കുന്നത് സംഘപരിവാർ നേതൃത്വവും CPM നേതൃത്വവും പിണറായി വിജയനും തമ്മിലുള്ള അവിഹിത ബന്ധത്തിന്റെ ഭാഗമാണ് യഥാർത്ഥത്തിൽ അന്വേഷിക്കാതെ. മാസപ്പടി ആരോപണം മാത്യു കുഴൽനാടനും ആവർത്തിച്ചു. വീണ ചെയ്തത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാമെന്നും കുറ്റക്കാർ ആരായാലും ശിക്ഷിക്കപ്പെടുമെന്നും പ്രകാശ് ജാവ്ദേക്കർ പറഞ്ഞു. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുക്കുന്നതോടെ മാസപ്പടി വിവാദം സജീവമാക്കി നിർത്താനാണ് പ്രതിപക്ഷ നീക്കം. വിഷയം രാഷ്ട്രീയ പ്രത്യാഘാതമുണ്ടാക്കാതിരിക്കാനുള്ള മറുതന്ത്രം CPMും ഒരുക്കും. ചർച്ചകൾ ഉടനെയൊന്നും അവസാനിക്കില്ല എന്ന് സാരം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.